സാറേ, ഈ എർദോഹന്റെ ആഹ്വാനം ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അതായത് ഇസ്രായേലിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം വേണം, എങ്കിൽ മാത്രമേ ഇസ്രായേലിനെ തകർക്കാൻ കഴിയൂ. ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം ഉണ്ടാകണം എന്നാണ് എർദോഗൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തുമാത്രം അത് ഒരു പ്രാക്ടിക്കൽ വശം എങ്ങനെയാണ്? പ്രാക്ടിക്കൽ ഒന്നുമില്ല. അത് മൂപ്പര് പണ്ടേ വളരെ റൊമാൻറ്റിക് ആണ്. മുമ്പ് ലോകം ഭരിച്ചിരുന്ന മൂന്നാമത്തെ വലിയ സാമ്രാജ്യമായിരുന്നു തുർക്കിയിലെ സുൽത്താൻ്റെത്. മധ്യ കാലഘട്ടത്തിന്റെ അവസാന കാലഘട്ടം, മുഗളന്മാർ ഇന്ത്യയിലുള്ള കാലഘട്ടം. ഏതാണ്ട് 1500 തൊട്ട് 1800 വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സാമ്രാജ്യം മുഗൾ അല്ലെങ്കിൽ ഓട്ടോമൻ ടർക്സ് ആയിരുന്നു. മൂന്നാമത്തെ പേർഷ്യ. 3 ഇസ്ലാമിക സാമ്രാജ്യമാണ് മുസ്ലിം രാജാക്കന്മാരെന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് കൊളോണിയലിസം വരുന്നത്. ഇംഗ്ലണ്ടും ഫ്രാൻസും എമേർജ് ചെയ്ത് വരികയും ചെയ്യുന്നത്. അപ്പോൾ അതോടുകൂടി ഒന്നാം ലോക മഹായുദ്ധത്തോടു കൂടി എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, ഈ തോറ്റ സഖ്യത്തിൽ, ജർമ്മനിയുടെ കൂടെ സഖ്യത്തിലായിരുന്നു തുർക്കികൾ. അവരുടെ പ്രദേശങ്ങളല്ല, ഈ പലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇംഗ്ലണ്ട് പിടിച്ചെടുത്തു, ജയിച്ച രാജ്യങ്ങൾ പിടിച്ചെടുത്തു. അവിടെയാണ് ഈ പലസ്തീൻ പ്രശ്നം തുടങ്ങുന്നത്. അത് ഇംഗ്ലണ്ട് അവിടെ അവർക്ക് പലസ്തീൻ രാജ്യം ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആംഗ്ലിക്കൻ ചർച്ച് പറയുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇസ്രായേൽ രാജ്യം അവിടെ ഉണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞ് തുർക്കി എന്തെന്ന് വെച്ചാൽ, തുർക്കി ചിഹ്ന ഭിന്നമായി പോകുന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് വളരെ സെക്യുലറിസ്റ്റായ പട്ടാളക്കാരനായ ഒന്നാം ലോക മഹായുദ്ധം നന്നായി ഫൈറ്റ് ചെയ്ത രാജ്യത്തെ അഭിമാനമായി മാറിയ കമാൽ പാഷ, അത്താതുർക്ക് എന്ന് പറയും, ദ ഫാദർ ഓഫ് ദ ടർക്ക് എന്നാണ് പറയുക, അത്താതുർക്ക്. അപ്പോൾ അത്താതുർക്കിൻ്റെ അണ്ടറിൽ അവർ വലിയ സെക്യുലർ രാജ്യമായി ഗ്രീസിനെയൊക്കെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് തുർക്കി മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളൊന്നും ഇടപെടാതെ സെക്യുലർ രാജ്യമാണ് നിലനിർത്തി. തലേ തട്ടടാൻ പാടില്ല. യൂറോപ്യനൈസ് ചെയ്തു. തുർക്കി ഭാഷ ഒഫീഷ്യൽ ഭാഷയായിട്ട് ഈ പറയുന്നതിന്റെ മാതിരി തുർക്കി ഒഫീഷ്യൽ ഭാഷയായി തുർക്കി നിലനിർത്തിയിരുന്നു. ബാക്കി എല്ലാവരും യൂറോപ്യനൈസ് ചെയ്തു. വസ്ത്രധാരണ രീതി, ഇത്തരം കാര്യങ്ങളൊക്കെ യൂറോപ്യനൈസ് ചെയ്തു. അന്ന് ലോകം 2 ബ്ലോക്കായി കിടക്കുക, സോവിയറ്റ് റഷ്യയുടെ അമേരിക്കയുടെയും. അതിനുശേഷം അപ്പം ഇതിൽ രണ്ടിലും പെടാതെ എന്നാൽ രണ്ടുപേരുടെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ആ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമമാണ് എർദോഗൻ നടത്തിയത്. കമാൽ പാഷ നടത്തിയത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് പട്ടാള അധികാരം പിടിക്കേണ്ടായി. താൻസൂ മില്ലർ എന്നുള്ള വനിതാ പ്രധാനമന്ത്രിയൊക്കെ അവിടെ അധികാരത്തിൽ വന്നിരുന്നു. ഇവരൊക്കെ വളരെ സെക്യുലർ ആയിരുന്നു. അപ്പം ഈ സെക്യുലർ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇവർ പിന്നെ നാറ്റോയിൽ അംഗമായിട്ട് ചേരുകയും ചെയ്തു. അങ്ങനെ അമേരിക്കയോട് ചായ്വ് കാണിക്കുക. അങ്ങനെ സേഫായി പോയ രാജ്യമാണ്. അവിടെയാണ് ഒരു പുതിയ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എർദോഗന്റെ AK പാർട്ടി, അങ്ങനെ അതിന്റെ പേര് AK പാർട്ടി എന്നാ പറയുക, ജസ്റ്റിസ് ആൻഡ് ഫ്രീഡം പാർട്ടി. അപ്പോൾ അവർ അധികാരത്തിൽ വരുന്നു. ഇതൊരു കൺസർവേറ്റീവ് മുസ്ലിം പാർട്ടിയായി, യൂറോപ്പിലൊക്കെയുള്ള കൺസർവേറ്റീവ് ക്രിസ്ത്യൻ പാർട്ടി എന്ന് പറയുന്ന പോലെ കൺസർവേറ്റീവ് മുസ്ലിം പാർട്ടിയാണ്. സോഷ്യലി ദേ ആർ വെരി സെക്യുലർ, ബട്ട് റിലീജിയസ്ലി ദേ ആർ വെരി കൈൻഡ് ഓഫ് കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പം ആ പാർട്ടി അധികാരത്തിൽ വന്ന ഇവർ ആദ്യത്തെ ഇയാൾ പ്രധാനമന്ത്രിയായിട്ടാണ് വരുന്നത്. പിന്നെ തുടർച്ചയായി ജയിക്കുന്നു. പിന്നെ പ്രധാനമന്ത്രിയുടെ അധികാരം കുറച്ചൊരു പെർസെന്റിന് കൂടുതൽ അധികാരം കൊടുക്കുന്നു. ഇങ്ങനെ പെർസെന്റ് അപ്പോൾ പെർസെന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. AK പാർട്ടിയാണ് തുടർച്ചയായി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ അണ്ടറിൽ അവിടെ ഈ പൊതു സ്ഥലങ്ങളിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാം, തലേ തട്ടടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു. ഇയാൾ നാറ്റോയിൽ അംഗമായി തുടരുമ്പോൾ തന്നെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇവിടെ കേരളത്തിൽ SDPIക്കൊക്കെ ഇയാൾ ഫണ്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടൊരു പിന്നെ തുർക്കിന്ന് വാർത്ത ഉണ്ടായിരുന്നു. അത് വാർത്ത എത്രത്തോളം ശരിയാന്ന് എനിക്കറിയില്ല. പക്ഷേ ടർക്കിഷ് പേരുകളുള്ള ഒരുപാട് തട്ടുകടകളും മറ്റിവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ സെൽജൂക്സ്, പിന്നെ ഓട്ടോമൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നടത്തിയ പിള്ളേർക്ക് ഇതിനെപ്പറ്റി അറിയുമെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം, ഞാൻ ചരിത്രം പഠിച്ചതുകൊണ്ട് അറിയാം. അപ്പോൾ അതിന് പിന്നിൽ അവരാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ഫണ്ടിങ് നടന്നിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ പിന്നെ ഇസ്ലാമിക ലോകത്തിന്റെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ ഇസ്രായേലാണ്. പക്ഷേ എത്രത്തോളം ഇസ്ലാമിക രാജ്യങ്ങൾ അങ്ങനെ കാണുന്നുണ്ടോ അതിന് സംശയം. അപ്പോൾ ജോർദാൻ അങ്ങനെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ ഖത്തർ കാണുന്നുണ്ടാവും. അപ്പോൾ സൗദിക്ക് പോലും ആ നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. സൗദീനെ പുറത്ത് പറഞ്ഞാൽ പിന്നെ CPM-ൽ നിന്നുകൊണ്ട് ഒരാൾ വിപ്ലവം നടക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് സൗദി അത് പുറത്ത് പറയില്ല. പക്ഷെ സൗദി അവര് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ്. ഇറാനുമായിട്ടാണ് അവർ ഒരു സംഘർഷം, വലിയ സംഘർഷം ഉള്ളത്. സൗദിയാണെങ്കിൽ ഇറാൻ എതിരുമാണ്. അതൊരു ഇസ്ലാമിക ലോകത്തിന്റെ നേതാവ് ആരായിരിക്കണം എന്നുള്ള അവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ചില വെടി ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അയാൾ ഇസ്രായേലിന് വാണിംഗ് ഒക്കെ കൊടുക്കും. ഇസ്രായേൽ തിരിച്ചെന്താ പിന്നെ മിണ്ടാതിരിക്കും. അപ്പൊ അത് ഇയാളുടെ സ്ഥിരം ഒരു പരിപാടിയായിട്ട് ആളുകളെ ഒന്ന് പ്രൊപ്പഗാൻഡ മിഷണറി ഇന്റർനാഷണൽ ഉണ്ടല്ലോ, ലോകത്തെല്ലായിടത്തും ഇയാളെ പോലെ ചിന്തിക്കുന്ന ആളുകളുണ്ട്, കേരളത്തിലുണ്ട്. അവർക്ക് വൈകുന്നേരം ചർച്ച ചെയ്യാനുള്ള സാധനം ഇടക്കിടക്ക് ഇട്ട് കൊടുക്കുകയേ ഉള്ളൂ. അത് 2 ദിവസം കഴിഞ്ഞ് അയാൾ മിണ്ടാതെ ഈ ചർച്ച ചെയ്യുമാരെ എളിമ്പ്യന്മാരായി പോകും. പക്ഷെ അമ്മമാർക്കാവുന്നില്ല. അവർ 4 ദിവസം കഴിഞ്ഞിട്ട് സിൽവർ 4 കാലിന് നമ്മൾ വീഴുന്നു എന്ന് വന്നിട്ട് അവന്മാർ 4 കാലിൽ നിൽക്കുന്നവർ. എന്നിട്ട് ഇയാൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം അവന്മാർ പറയില്ല. അപ്പം ഇസ്രായേൽ യുദ്ധത്തിൽ തോറ്റു എന്ന് പറയും. എന്നിട്ട് ഇസ്രായേൽ അപ്പുറത്ത് ഹമാസ് പോയിട്ട് പ്ലീസ് ഒന്ന് സമാധാനം തരൂ എന്ന് പറയുന്ന അവർ കാണില്ല. അപ്പൊ ഇങ്ങനെ പ്രൊപ്പഗാൻഡ മിഷണറിയുടെ ഭാഗമായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ മാത്രമല്ല രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ്
ഇപ്പം പോകുന്നു പറയുന്നു. തുർക്കി. തുർക്കി. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന പോലെ അത്രയുള്ളൂ. ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ് ഡൂഡാണ്. അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പോകുന്നില്ല. മാത്രമല്ല അവർ നാറ്റോ രാജ്യം ഇതിൽ മെമ്പറാണ്. ഇപ്പം തന്നെ ഇസ്രായേൽ അധികം അവിടെ കളിക്കാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ നാറ്റോയിൽ മെമ്പർ ആയതുകൊണ്ടാണ്. നാറ്റോ രാജ്യത്ത് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കിയാൽ ഇസ്രായേലിനെ നെഗറ്റീവായി ബാധിക്കും. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇപ്പൊ അതിന് വില കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അമേരിക്ക പ്രധാനപ്പെട്ട നാറ്റോ രാജ്യങ്ങൾക്കല്ല F-35 5 സ്റ്റാർ ജെറ്റും പുതിയ അത്യന്താധുനിക ആയുധങ്ങൾ കൊടുത്തില്ല. ഇവന്മാർ കൊടുത്തിട്ടില്ല. തുർക്കിക്ക് കൊടുത്തില്ല. തുർക്കി പണ്ടത്തെ താൻസു മില്ലറിനെ പോലുള്ള ഭരണാധികാരികളൊക്കെയാണ് അവർ കൊടുക്കുമായിരുന്നു. ഇയാളായതുകൊണ്ട് ഇയാൾ എങ്ങോട്ട് പോകുന്ന അറിയാൻ പറ്റില്ലല്ലോ. അമേരിക്കക്ക് ഇങ്ങനെ പണ്ടൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇറാൻ എല്ലാ അത്യന്താധുനിക ആയുധവും കൊടുത്തു ഷാ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ടോംകാറ്റ് വിമാനം അവിടെ ഇറക്കിയ സമയത്ത് തന്നെ ഇവിടെയും കൊടുത്തു. അവസാനം ഇറാൻ ഇസ്ലാമിക വിപ്ലവം നടന്നപ്പോൾ അവരുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധം ഇതൊക്കെ മാറി. ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ ടോംകാറ്റ് വിമാനം കൊണ്ട് ഈ റഷ്യയുടെ MiG-29 ആണെന്ന് തോന്നുന്നു 29 വെടിവെച്ചിട്ടതിന്റെ റെക്കോർഡ് അമേരിക്കക്കാരനല്ല, ഇറാനിയൻ പൈലറ്റിനാണ്. അപ്പൊ ഇത് അത്രേ ഉള്ളൂ. ദിസ് ഇസ് മൈ എന്റർടൈൻമെന്റ്. അതാണ് ഇദ്ദേഹം പറയുന്നത്. ഇസ്രായേൽ കൊള്ള, ഇസ്രായേലിന്റെ ധാർഷ്ട്യം, ഇസ്രായേൽ ഭരണകൂട ഭീകരത എന്നിവയൊക്കെ തടയണം. അപ്പൊ അത് തടയണമെങ്കിൽ ഒരുമിച്ച് ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം വേണ്ടി വരും. ഒന്ന് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല. ഇവര് പല രീതിയിൽ പരസ്പരം ഡിവൈഡാണ്. സുന്നി ഷിയ എന്ന് പറഞ്ഞ വലിയൊരു ഡിവൈഡ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവരുടെ വിവിധ കുടുംബങ്ങളുമായിട്ട് ഓരോ കുടുംബങ്ങളാണ് ഓരോ രാജവംശം. അവർ തമ്മിലുള്ള റൈവൽറി ഉണ്ട്. മാത്രമല്ല ഈ ആധുനിക അറബ് രാജ്യങ്ങളെ മൊത്തം ഉണ്ടാക്കിയത് ഇംഗ്ലണ്ടും അമേരിക്കയും കൂടിയാണ്. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഈ തുർക്കിയിലെ സുൽത്താനെ, ഇയാളെ നാട്ടിൽ സുൽത്താനെ തോൽപ്പിക്കാൻ ഇവരെ സഹായിച്ചത് ഈ ഹൗസ് ഓഫ് സൗദ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സൗദി രാജവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണ്. അതിന്റെ ഫലമായിട്ടാണ് സൗദി രാജകുടുംബം ഉണ്ടായിക്കൊടുത്തത്, സൗദി രാജ്യം ഉണ്ടായിക്കൊടുത്തത്. അതുപോലെ തന്നെ വേറെ അന്ന് പിന്നെ മക്കയിലെ പ്രധാനപ്പെട്ട ഇമാമിന്റെ കുടുംബമാണെന്ന് സഹായിച്ചത്. ഇതൊക്കെ സിനിമയൊക്കെയായിട്ട് വന്നിട്ടുണ്ട് ഈ ചരിത്രം. അതാണ് ലോറൻസ് ഓഫ് അറേബ്യ. ഇനിയിപ്പോൾ സിനിമയാണോ റെഫറൻസ് വെച്ചാൽ അത് ചരിത്രമാണ്, പോയി പഠിക്കാൻ പറ. മിഡീവൽ ഹിസ്റ്ററിയിൽ കൃത്യമായ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ലോകത്തിന്റെ ഹിസ്റ്ററിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത്. അപ്പോൾ അമേരിക്കയും ബ്രിട്ടനും കൂടി ഉണ്ടാക്കി കൊടുത്ത രാജ്യങ്ങളാണ് ഇന്നത്തെ അറബ് രാജ്യങ്ങൾ. അവരുടെ സിസ്റ്റത്തിന് മൊത്തം അവർ നൊഞ്ഞു കയറിയിട്ടുണ്ട്. ഇവൻ ഇസ്രായേൽ നൊഞ്ഞു കയറിയിട്ടുണ്ട്. ഇറാൻ ഇരുചെവി അറിയാതെ അവിടുത്തെ പ്രസിഡന്റിനെ തന്നെ കൊന്നു കളയാൻ മൊസാദിന് പറ്റുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പെനിട്രേഷൻ അവിടുത്തെ പട്ടാളത്തിലും ഇന്റലിജൻസിലും ഒക്കെ ഇസ്രായേലിനുണ്ട്. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത് ഞാൻ ഏത് സമയം ഞാൻ കൊലയപ്പെടും. അതാണ് നിങ്ങളുടെ ഭാര്യയെ പോലെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഉള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇയാൾ പറയും ഇതൊക്കെ സ്വപ്നമാണ്, ലോകത്തുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന രണ്ട് തൊഴിലാളികൾ തമ്മിൽ എന്തൊക്കെ തരത്തിലുള്ള മത്സരം ഉണ്ടാവും? അവർ ഒരു പൊതുകാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഉള്ളിൽ കൂടെ പണിയും. ആ ഉള്ളിൽ കൂടെ പണിയുന്നവനെ പണിയുന്നവനെ മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അങ്ങനെയാണ് സോവിയറ്റ് റഷ്യ ഇല്ലാതായത്. അങ്ങനെയാണ് റഷ്യയും ചൈനയും തമ്മിൽ, സോവിയറ്റ് റഷ്യയും ചൈനയും തമ്മിൽ യുദ്ധം ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലേ. ഇവിടെ തന്നെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്ര പാർട്ടികളായി മാറി? ഇവിടെ തന്നെ മുസ്ലിംസ് എത്ര ഗ്രൂപ്പ് ഉണ്ട്? ഇവരെല്ലായിടത്തും ഒരുമിച്ച് വെക്കൂ? ഇല്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു വഴിപാട് മാത്രമാണ്. ഇവിടെയുള്ള കുറെ ആളുകൾ ഇത് കേട്ടിട്ട് വെരി ഗുഡ്. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടേക്കുള്ള മാനമര്യാദയ്ക്ക് സമാധാനത്തോടു കൂടി ജീവിക്കേണ്ട കുറെ പയ്യന്മാർ ഇതൊക്കെ കേട്ടിട്ട് ഇസ്ലാമിന് വേണ്ടി ഫൈറ്റ് ചെയ്തോ, നിങ്ങൾ ഇന്റലക്ച്വലി ഫൈറ്റ് ചെയ്തോ, ഈ ആയുധം എടുത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള മാതാപിതാക്കൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇസ്രായേലിനെ തീർക്കും എന്നൊക്കെ ഇടയ്ക്ക് പുള്ളി അങ്ങനെയൊക്കെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇതിന് ഇസ്രായേൽ നടന്ന മുന്നേ മിണ്ടിയില്ലല്ലോ. ഇസ്രായേൽ തിരിച്ച് പറഞ്ഞു ഞങ്ങൾ മൊത്തത്തിൽ ഇല്ലായ്മയാക്കി കളയും. അതിനെ വന്നത് ഇസ്രായേൽ മൊത്തം സിസ്റ്റത്തിലുള്ള പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട് നാറ്റോ വഴി. ആ രാജ്യത്തെ പൊട്ടിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പൊ കുർദിസ്ഥാന്റെ ഒക്കെ ഒരുപാട് പ്രദേശങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇവന്മാരെല്ലാവരും. തുർക്കി, സൗദി, ഇറാൻ, ഇവന്മാർക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. കുർദിസ്ഥാൻ എന്ന് പറഞ്ഞാൽ വളരെ മിനറൽ റിച്ച് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അതാണ് അബ്ദുള്ള ഒജലാൻ മറ്റേ അവരുടെ നേതാവ്, അങ്ങനെ അബ്ദുള്ള ഒജലാൻ മറ്റേ അങ്ങനെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്. ആ രാജ്യത്ത് ഇവർ വിഭജിച്ചെടുത്തിരിക്കുകയാണ്. അവർ രാജ്യമില്ല. അവരെന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മ്യൂസിക്കിനെ പോലും കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നില്ല. അവിടെ സംസ്കാരത്തെ മൊത്തം മാറ്റി മറിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ ഈ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ഇവരുടെ കൂടെ ആയതുകൊണ്ട് ആരും മിണ്ടാതിരിക്കുകയാണ്, ഇവരെ പണക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്. കുർദിസ്ഥാൻ വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ കാശ്മീരിന് പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറയുന്നവരാണ് ഈ അറബ് രാജ്യങ്ങൾ. നമ്മളവരൊരു ബന്ധം ഉണ്ടെങ്കിൽ ഈ വിഷയം വരും അവർ പാകിസ്ഥാന്റെ കൂടെ ഒക്കെ ഉള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ ആദ്യം കുർദിസ്ഥാന് കൊടുക്കുക. കുർദുകളെ വലിയ സംസ്കാരമുള്ള കുർദ് ഭാഷ സംസാരിക്കുന്ന വലിയൊരു വിഭാഗം സിറിയയിലും ഈ പറഞ്ഞ തുർക്കിയിലൊക്കെ ആയിട്ട് ഇറാനിലൊക്കെ പിന്നെ വ്യാപിച്ചെടുക്കുന്ന വിശാലമായ പ്രദേശമാണ്. സ്വന്തമായ സംസ്കാരമുള്ളതാണ്. ഈ അറബികളെ പോലൊന്നും പരസ്പരം 4 സംസ്കാരമായി നിൽക്കുന്ന ആളുകളല്ല. സ്വന്തമായ സംസ്കാരമുള്ള ആളുകളാണ് കുർദുകൾ. അവർക്ക് ആദ്യം സാധ്യതയുണ്ടാവും. അല്ല മുസ്ലിങ്ങളും നിങ്ങൾ ആദ്യം അവർക്ക് കൊടു, അവരെ കാര്യങ്ങൾ പരിഹരിക്കും. എന്നിട്ട് നിങ്ങൾ ഇറാഖൊക്കെ ഉണ്ട്, ഏരിയ മൊത്തം ഉണ്ട്. അതൊരു സിനിമ ഉണ്ടായി, എനിക്ക് തോന്നുന്നു ജാഫർ പനാഹിയുടെ മറ്റൊരു സിനിമ ഉണ്ടായി, ഇറാനിയൻ സിനിമ. അതിൽ അവിടുത്തെ ജീവിതം കാണിക്കുന്നുണ്ട്. അവിടുത്തെ മ്യൂസിക്കിനൊക്കെ എങ്ങനെയാണ് അവിടെയുള്ള
തുർക്കിയിലെയും അതുപോലെ തന്നെ ഇറാനിലെ ഈ പറഞ്ഞ ഇസ്ലാമിസ്റ്റ് ഭരണകൂടം മ്യൂസിക് പോലും നിരോധിച്ചു. പാട്ട് പാടുന്നവരെ പിടിച്ച് ജയിലടയ്ക്കണം. അത് ശരി. വല്ലാത്തൊരു സിനിമയാണത്. ഇവിടുത്തെ നമ്മളെ ഫിലിം ഫെസ്റ്റിവലിന് വന്നില്ല, പേര് ഞാൻ മറന്നുപോയി. ഹാഫ് മൂണാന്ന് തോന്നുന്നു. ഹാഫ് മൂൺ. എന്തായാലും ഇദ്ദേഹത്തിന്റെ ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ് എന്ന് അത്രേ പറയുന്നത് ഉള്ളൂ. നമുക്ക് ചിരിച്ചു തള്ളാം. അത്രേ ഉള്ളൂ. ഇതിന്റെ നടത്തമുണ്ട് ഇങ്ങനെ. അത് അടുത്ത ഹൈദരാബാദ് എയർപോർട്ടിൽ എത്താതെ നോക്കിയാൽ കൊള്ളാം. അറിയാലോ ഡ്യൂഡിനെ ഹൈദരാബാദ് പറ്റി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.